ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. നമ്മൾ എന്താണ് ഈ പാത്രത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ കുറച്ച് തേൻപെട്ടിയുണ്ട്. അപ്പോൾ അതിലെ തേൻ എടുക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ തേൻ എടുത്തില്ലായിരുന്നു. അപ്പം ഈ വർഷം നമ്മൾ അത് പിരിച്ചു വെക്കാനുള്ള ഒത്തിരി മുട്ടയുള്ള പെട്ടികളിൽ നിന്ന് അത് നമ്മൾ പിരിച്ച് കൂടുതൽ പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തേക്കാനുള്ള മണ്ണാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരും സംശയിക്കരുത്, എന്താണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ചാച്ചനത് തേൻപെട്ടി പൊട്ടിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച കാണാം. നല്ല രസമാണ്. അറിയാതെ നമ്മൾ നോക്കി നിന്ന് പോകും. അതുപോലെയാണ് തേനീച്ചകളുടെ ആ ഒരു ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ അകത്ത് ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതി കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെയാണ് അതിൻ്റെ ഉള്ളിൽ തേനീച്ചകൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് സ്ഥലത്ത് മുട്ട, കുറച്ച് സ്ഥലത്ത് തേന്, പിന്നെ ബാക്കി സ്ഥലത്ത് ഇച്ചിരി സ്ഥലത്ത് പൂമ്പൊടി എല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി നമുക്ക് തോന്നുന്നത് കാണുമ്പോഴത്തേനും. കണ്ടോ എന്ത് വൃത്തിയായിട്ട് അവർ എന്ത് ഭംഗിയായിട്ട് അത് അടുക്കി അതിൻ്റേതായ രീതിയിൽ വച്ചിരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ അതിലുള്ള മുട്ട വേറെ പുതിയ ഒരു പെട്ടി നമ്മൾ നന്നായി തുടച്ച് വൃത്തിയായിട്ട് ഉറുമ്പൊന്നും കയറാൻ പാടില്ല. അതുപോലെ നമ്മൾ വൃത്തിയായിട്ട് എടുത്ത് വെച്ചെങ്കിൽ അത് നമുക്ക് പിന്നീട് അടുത്ത വർഷം ആകുമ്പോഴത്തേനും ഈ സമയമാകുമ്പോൾ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മുട്ട എടുത്ത് മറ്റൊരു പെട്ടിയിലേക്ക് പുതിയൊരു പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് ആക്കിയാണ്. അതിൽ ഇടയ്ക്ക് നമുക്ക് കാണാം റാണിമുട്ട കാണും. ഇത്തിരി എല്ലാ മുട്ടയേക്കാളും ഇതിപ്പം വലിപ്പം കൂടുതലുണ്ട്. അത് ചാച്ചനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് റാണിമുട്ട. ചാച്ച പ്രത്യേകമായിട്ട് എടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം.
അവ ഏകദേശം അതിനകത്തുള്ള മുട്ടകളെല്ലാം എടുത്ത് അടുത്ത തേനീച്ചപ്പെട്ടിക്ക് ഉള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേൻ എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് മുന്തിരിങ്ങ അടുക്കി വെച്ചേക്കുന്ന പോലെ തോന്നും. മുന്തിരിക്കുല പോലെയാണ് തേൻ ഇരിക്കുന്നത്. കണ്ടാൽ നമുക്ക് കുതിയാകും, അതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലായി തേനീച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് അതിലൂടെ. കുറേ ഈച്ചകളൊക്കെ ചത്തുപോകും, എന്നാലും കുറേയൊക്കെ അതിൽ വീണ്ടും ആ പെട്ടിക്കുള്ളിൽ തന്നെ അവർ വീണ്ടും അവരുടെ ഡ്യൂട്ടി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി നല്ല പ്യുവറായിട്ടുള്ള തേൻ നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് ചാച്ചനിങ്ങനെയാണ് എടുക്കുന്നത്. അതിനകത്ത് അരിപ്പ പോലൊരു പാത്രമുണ്ട്, അതിലേക്ക് വടിച്ചൊഴിക്കും. അതിനുശേഷം നമ്മൾ തുണിക്കകത്ത് വെച്ച് ഇത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതുപോലെ തന്നെ ഇത് വെയിലത്ത് വെച്ച് അല്പം സ്വല്പ അരമണിക്കൂറൊക്കെ വെയിലത്ത് വെച്ച് അതിന് വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ കുപ്പികളിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആർക്കെങ്കിലും പ്യുവറായിട്ടുള്ള തേൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി. അധികമൊന്നുമില്ല, കുറച്ച് തേനേ നമുക്കുള്ളൂ. പക്ഷേ യാതൊരു കെമിക്കലും ഒന്നും ചേർക്കാത്ത പ്യുവറായിട്ടുള്ള തേനാണ്. നമുക്കതിൻ്റെ മണവും ടേസ്റ്റും നോക്കുമ്പോൾ അറിയാം. കടകളിൽ നമ്മൾ സാധാരണ വാങ്ങുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. പ്യുവറായിട്ടുള്ള തേനിൻ്റെ മണവും രുചിയും വ്യത്യാസമുണ്ട്. നമുക്ക് വാങ്ങി നോക്കുമ്പോൾ അറിയാം.
അങ്ങനെ തേനെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളത് ബാക്കി അതിൽ കുറച്ച് മുട്ടയും പൂമ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാവും, മെഴുകും ചേർത്ത് വെച്ചിട്ട് ആ പെട്ടി അടച്ചു വെക്കുന്നു. അതിൽ നിന്നും വേറൊരു പുതിയ പെട്ടിയും കൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് ഒരു പെട്ടിയിൽ നിന്ന്. അപ്പോൾ അത് മണ്ണ് വെച്ച് തേച്ച് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്ത് വയ്ക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും തേൻ വേണമെങ്കിൽ പറഞ്ഞതുപോലെ നമ്പറിൽ വിളിക്കുക. നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ